നവകേരള യാത്രയ്ക്കിടയിലെ ഷൂവേറ് പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കേസിനെ ന്യായീകരിച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ നിലപാടിനെതിരെയുള്ള വിമർശനവും ഉയരുന്നു. കേസ് നീതിക്ക് നിരക്കാത്തതെന്ന് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് 24നോട്. മുഖ്യമന്ത്രിയുടെ കയ്യിലെ പാവകളാണ് പോലീസ്. CDR പുറത്തുവിട്ടത് ഗുരുതര കുറ്റകൃത്യമെന്നും നൂർബിന റഷീദ് പറഞ്ഞു. ഒരു പ്രതിഷേധ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരു മാധ്യമ പ്രവർത്തകയെ അതിൻ്റെ കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് അവർക്കെതിരെ കുറ്റം ചുമത്തുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ നീതിക്ക് നിരക്കാത്തതാണ്. റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് മാധ്യമ ധർമ്മമാണ്. ഇനിയും അങ്ങോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അവകാശങ്ങളും പൗരാവകാശങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കൈകളിലുള്ള പാവകളായി മാറിക്കൊണ്ടിരിക്കുകയാണിത് പോലീസും പോലീസ് സംവിധാനങ്ങളും. അപ്പോൾ തീർത്തും അത്തരം കാര്യങ്ങളൊന്നും പോലീസൊന്നും ഒരിക്കലും പുറത്തു വിടാൻ പാടില്ല. അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യങ്ങളാണ്. അപ്പോൾ തീർത്തും തെറ്റായ നടപടികളാണ്. നിയമത്തിൻ്റെ മുന്നിൽ അതും കുറ്റകൃത്യമാണ്. പോലീസ് നടപടി തനി ഫാസിസമെന്ന് സംസ്ഥാന നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന ശൈലി അംഗീകരിക്കാൻ കഴിയില്ലെന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. ജനാധിപത്യത്തിലെ ഫോർത്ത് എസ്റ്റേറ്റ് ജനങ്ങൾക്ക് ആശങ്കയുള്ള കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ പരസ്യപ്പെടുത്തുവാനും അതുപോലെ തന്നെ ജനാധിപത്യത്തിൽ വരുന്ന വീഴ്ചകളെ തിരുത്തുവാനും പത്രങ്ങൾക്കും വിഷ്വൽ മീഡിയകൾക്കും വലിയ പങ്കുവഹിക്കാൻ കഴിയും. വിമർശനങ്ങൾ അവഗണിക്കുക അല്ലെങ്കിൽ വിമർശനങ്ങളെ തിരുത്തുക മുതലായ കാര്യങ്ങളല്ലാതെ അതിനെ പാടെ അവഗണിക്കുന്നതിന് പകരം അടിച്ചമർത്തുന്ന ഒരു ശൈലി സ്വീകരിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഒരു പത്രപ്രവർത്തകയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡ്യൂട്ടി ഇട്ട സ്ഥലത്ത് അവർക്ക് ജോലി ചെയ്യേണ്ടി വരും. സ്വാഭാവികമായും ആ ജോലി ചെയ്യുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഈ സമീപനത്തോട് ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്ന് തീർത്ത് പറയേണ്ടി വരും. ഇത് ഒരു പുതിയ മാധ്യമ ഫാഷിസമാണ്. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. ഈ വിനീത വിജിക്കെതിരെ 24ന്റെ റിപ്പോർട്ടറിനെതിരെ കേസെടുത്ത നടപടിക്കെതിരെ പോലീസ് നടപടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വനിതാ കമ്മീഷൻ അധ്യക്ഷയോട് നമ്മൾ പ്രതികരണം തേടിയിരുന്നു. ആ ഘട്ടത്തിൽ അതിനെ നടപടിയെ ന്യായീകരിച്ചാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ രംഗത്ത് വന്നത്. ഈ CDR ചോർന്ന വിഷയം, അതായത് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയുടെ കോൾ ലിസ്റ്റ് അടക്കം ചോർത്തി സ്വകാര്യത ലംഘിച്ചു എന്നുള്ള വിഷയത്തിലടക്കം ന്യായീകരണവാദമാണ് മുന്നോട്ട് വെച്ചത് വനിതാ കമ്മീഷൻ അധ്യക്ഷ. അതിനെ അപ്പാടെ വിമർശിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ നേതാക്കൾ. ഇപ്പോൾ നൂർബിന റഷീദ് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, വനിതാ ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ കയ്യിലെ പാവകളാണ് പോലീസെന്നും CDR പുറത്തുവിട്ടത് ഗുരുതര കുറ്റകൃത്യമാണെന്നും പ്രവർത്തകർ ഈ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ സ്വകാര്യത സൂക്ഷിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് അഡ്വക്കേറ്റ് നൂർബിന റഷീദിന്റെ ഈ പ്രസ്താവന ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അത് മാത്രമല്ല പോലീസിന്റെ നടപടി ഫാസിസമാണെന്ന് സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂറും പറയുന്നുണ്ട്. വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന ശൈലി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതായത് നാടിന്റെ നാനാഭാഗത്തു നിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും വലിയ തോതിൽ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.